വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 478. ഹിപ്നോട്ടിസത്തിന്റെ ചതിക്കുഴികൾ തിരിച്ചറിയുക. ആധുനിക ലോകം അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ സാമൂഹ്യ പ്രശ്നമായി ഡിജിറ്റൽ ഹിപ്നോട്ടിസം മാറിയിരിക്കുന്നു. സ്ക്രീനുകൾ, നോട്ടിഫിക്കേഷനുകൾ, തുടർച്ചയായ റീലുകൾ തുടങ്ങിയവയിലൂടെ നമ്മുടെ മനസ്സ് പതുക്കെ അടിമപ്പെടുന്ന അവസ്ഥയാണ് ഡിജിറ്റൽ ഹിപ്നോട്ടിസം. അറിഞ്ഞോ അറിയാതെയോ നാം സ്ക്രീനുകൾക്ക് മുന്നിൽ മയങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഡിജിറ്റൽ ഹിപ്നോട്ടിസം എന്ന പേര് വന്നത്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വരെ വിള്ളലുണ്ടാക്കുന്ന വില്ലനായി ഡിജിറ്റൽ ഹിപ്നോട്ടിസം മാറുന്നുവെന്നതാണ് ഏറ്റവും അപകടകരം. സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും സൃഷ്ടിക്കുന്ന മായാലോകം നമ്മെ കാണാതെയൊരു ഹിപ്നോട്ടിസത്തിൽ ആഴ്ത്തുകയാണ്. നാം സ്വയം നിയന്ത്രിക്കുന്നു, നമ്മിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നൊക്കെ തോന്നുമ്പോഴും പലപ്പോഴും അൽഗോരിതങ്ങൾ നമ്മുടെ ശ്രദ്ധയും സമയവും കവർന്നെടുക്കുകയാണ്. കാരണം ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകളടങ്ങുന്ന വിദഗ്ധ സംഘമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ അൽഗോരിതം സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സും വികാരവും ചിന്തയുമൊക്കെ വായിച്ചെടുക്കുന്ന അൽഗോരിതത്തിന്റെ തടവറയിൽ പലരും നിസ്സഹായരാകുന്നു. 2 മിനിറ്റൊന്ന് കണ്ണോടിക്കാമെന്ന് വിചാരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന പലരും അവരറിയാതെ മണിക്കൂറുകളാണ് സ്ക്രീനിൽ ചെലവഴിക്കുന്നത്. അനന്തമായ സ്ക്രോളിംഗ്, ഒരു വീഡിയോ കഴിഞ്ഞാൽ മറ്റൊന്ന്, അവസാനമില്ലാത്ത ഈ പ്രവാഹം നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, മാനസികവും സാമൂഹികവുമായ നിരവധി മാറ്റങ്ങളും നമ്മിലുണ്ടാക്കുന്നു. ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ ഡിജിറ്റൽ ഹിപ്നോട്ടിസത്തിന് അടിമപ്പെടുമ്പോൾ തകരുന്നത് ഊഷ്മളമായ കുടുംബാന്തരീക്ഷമാണ്. 5 മിനിറ്റ് സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചരിച്ച് ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് പറയുന്ന പങ്കാളികൾ അറിഞ്ഞോ അറിയാതെയോ പാരസ്പര്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും വികാരങ്ങളെ കശാപ്പ് ചെയ്യുകയാണ്. ലൈക്കും കമന്റും ഷെയറും നൽകുന്ന ചെറിയ സന്തോഷങ്ങൾ ആവർത്തിച്ച് നമ്മെ വീണ്ടും വീണ്ടും പിടിച്ചിരുത്തുന്ന ഡോപ്പമിൻ ട്രാപ്പാണ് ഡിജിറ്റൽ ഹിപ്നോട്ടിസത്തിലൂടെ നടക്കുന്നത്. മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഉൽപാദനക്ഷമതക്കുറവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് ഡിജിറ്റൽ ഹിപ്നോട്ടിസം കാരണമാകാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഈ പ്രതിഭാസം സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു. 1. സാമീപ്യമുണ്ടെങ്കിലും അകന്നു നിൽക്കുന്ന അവസ്ഥ. ഒരേ മുറിയിലിരിക്കുമ്പോഴും പരസ്പരം സംസാരിക്കുന്നതിന് പകരം മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണിത്. ഇത് പങ്കാളികൾക്കിടയിലും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയം ഇല്ലാതാക്കുന്നു. കൂടെയുള്ള വ്യക്തിയേക്കാൾ പ്രാധാന്യം ഫോണിന് നൽകുന്നത് അവഗണനയായി അനുഭവപ്പെടുകയും ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്നു. 2. ഗുണനിലവാരമുള്ള സമയത്തിന്റെ കുറവ്. മുൻകാലങ്ങളിൽ വൈകുന്നേരങ്ങളും അത്താഴത്തിനു ശേഷവുമൊക്കെ കുടുംബങ്ങളിൽ ഒത്തുചേരലിന്റെയും വർത്തമാനങ്ങളുടെയും സമയമായിരുന്നു. ഇന്ന് ആ സമയം ഓരോരുത്തരും തങ്ങളുടെ സ്വകാര്യ ഡിജിറ്റൽ ലോകത്താണ് ചിലവഴിക്കുന്നത്. ചിരിയും കളിയും പങ്കുവയ്ക്കലുകളും കുറയുന്നത് കുടുംബാംഗങ്ങൾക്കിടയിലുള്ള വൈകാരികമായ അടുപ്പം കുറയാൻ കാരണമാകുന്നു. 3. താരതമ്യം ചെയ്യലും അസംതൃപ്തിയും. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന പെർഫെക്റ്റ് ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തെയോ പങ്കാളിയെയോ സുഹൃത്തുക്കളെയോ വില കുറച്ച് കാണുന്ന പ്രവണത വർദ്ധിക്കുന്നു. ഇത് അനാവശ്യമായ മത്സരബുദ്ധിക്കും കുടുംബത്തിനുള്ളിലെ അസ്വസ്ഥതകൾക്കും വഴിമാറുന്നു. ഡിജിറ്റൽ ഹിപ്നോട്ടിസത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് മനഃശാസ്ത്ര വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പല രീതികളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഡിജിറ്റൽ ഡീറ്റോക്സ്, ദിവസത്തിൽ ചില സമയം സ്ക്രീൻ ഒഴിവാക്കുക. ഡിജിറ്റൽ ഫ്രീ സോണുകൾ. ഭക്ഷണമേശയിലും കിടപ്പുമുറിയിലും ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. നേരിട്ടുള്ള സംസാരം. മെസ്സേജുകളിലൂടെ സംസാരിക്കുന്നതിനേക്കാൾ നേരിട്ടോ ഫോൺ കോളിലൂടെയോ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ നിയന്ത്രണം. എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓണാക്കി വയ്ക്കാതിരിക്കുക. അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ ഓഫാക്കുന്നത് ഫോൺ ഇടയ്ക്കിടെ നോക്കുന്ന ശീലം കുറയ്ക്കും. സോഷ്യൽ മീഡിയയെ ഉദ്ദേശത്തോടെ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ അൽഗോരിതം അനുസരിച്ചല്ല, നമ്മുടെ ആവശ്യമനുസരിച്ച് അവയെ ഉപയോഗിക്കാൻ പഠിക്കുക. ഓഫ്ലൈൻ ഹോബികൾ വികസിപ്പിക്കുക. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാനോ കളികളിലേർപ്പെടാനോ സമയം കണ്ടെത്തുക. സമയപരിധി നിശ്ചയിക്കുക മുതലായവയും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. സാങ്കേതികവിദ്യ ലോകത്തെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിക്കുന്നുണ്ടെങ്കിലും കൂടെയുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ മറന്നുപോകരുത്. ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മുടെ സൗകര്യത്തിനുള്ളതാകണം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ളതാകരുത്. ടെക്നോളജിയല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്, നാം ടെക്നോളജിയെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും നഷ്ടപ്പെടാതെ അതിനെ സ്മാർട്ടായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം സമതുലിതമാകുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും
ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.